ഹലോ ഗായ്സ്, ഷൊബി ഗെയിമിംഗ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാം. അപ്പം അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇത് വരുന്നത്. നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമ്മുടെ മൊബൈലിനൊരു ഇഷ്യൂ ഉണ്ടായത്. വണ്ടി മുമ്പോട്ട് പോകുന്നില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് കയറാൻ പോവാണ്. നമ്മുടെ വണ്ടി വൈഫൈ ട്രെയിൻ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നു ഡാൻസ് കളിപ്പിക്കുന്നത് കാണാം. ഒന്നാമത്തെ ഡാൻസാണ്. അതുകൊണ്ട് ഗൈസ് പോയല്ലേ, മറ്റേ ഇന്തോനേഷ്യ ബസ്സിനകത്ത് വരുന്നത് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് സ്വന്തമായിട്ട് വണ്ടി അപ്ഗ്രേഡ് ചെയ്യാം. നമുക്ക് നേരെ വണ്ടി എടുത്തുണ്ടെങ്കിൽ വെള്ളച്ചാട്ടമൊക്കെ അതിൻ്റെ ഇടയ്ക്കാണ്. ഗൈസ് വണ്ടിയുടെ മൂവ്മെൻറ്റ് തെറ്റിയെന്ന് തോന്നി. ഞാൻ ഓടിക്കുന്നതിൻ്റെയാണ്. വണ്ടിയുടെ മൂവ്മെൻറ്റിന് ഒരു കുഴപ്പമില്ല. വണ്ടി ഒന്ന് ഇപ്പം നമുക്ക് ഈ ട്രിപ്പിന് പോകാൻ നിൽക്കുന്നവരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാവേ. ആളൊന്നുമില്ല വണ്ടിക്കകത്ത്, മൂടലായി നിറഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് നേരെ ആൾക്കാരെയൊക്കെ കയറ്റി കൊണ്ടുപോയി. പിന്നെ മൂടലയാണ് നമ്മൾ നേരെ ആൾക്കാരെയും കയറ്റുകയാണ്. പുതിയ വണ്ടിയല്ലേ, ഷാഡോയുടെ പുതിയ വണ്ടിയാണ്. അപ്പം പുതിയ വണ്ടിക്കകത്ത് ആൾ കയറുന്നതിന് ഞാൻ ഒന്നും പറയത്തില്ല. ഇതിൻ്റെ ഫ്രണ്ട് ഡോറിലാണ് ആൾക്കാർ കയറേണ്ടത്, ബാക്കിലല്ല ഡോർ വരുന്നത്. ഇതിൽ ഏറ്റവും ഫ്രണ്ടിലല്ല ഡോർ വരുന്നത്. ആൾക്കാരെല്ലാം കയറി ഡോറ് തന്നെ അടഞ്ഞു വരുന്നുണ്ട്. ഇങ്ങനെ ആൾക്കാരെല്ലാം ഇരിപ്പുണ്ട്. നിങ്ങൾക്കൊരു സംശയമായിരിക്കും ഇതെന്തുവാന്ന്. ഇത് വൈപ്പറാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ തുറക്കുന്ന സംഭവം. മറ്റേത് ഹോണ്, അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇടുന്നത്. നടുക്കത്തേത് നമ്മൾ വണ്ടി എത്ര സ്പീഡ് വരെ കയറുന്നുണ്ട് കിട്ടുന്ന ഒരു ചിഹ്നം. ഇടിച്ച് കഴിച്ച് നമ്മുടെ വണ്ടി. അപ്പം നമ്മുടെ ഇത് കുറഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ. സോറി ഗൈസ്, നമ്മുടെ ട്രിപ്പ് കുളവാകത്തില്ല. ഞാൻ നോക്കിക്കോളാം ട്രിപ്പ് കുളവാതെ. എൻ്റെ സ്റ്റിയറിന് ഇങ്ങനെന്തോ അബദ്ധം പറ്റുന്നുണ്ട്. ഇടയ്ക്കൂടെ വണ്ടി വന്നു ഗൈസ്. അങ്ങനെ വീണ്ടും പണി കിട്ടിയിരിക്കുകയാണ്. വീണ്ടും റിവേഴ്സ് എടുക്കേണ്ടി വരും. ഈ റോഡ് ഇച്ചിരി വളവും തിരിവും ഒക്കെ ഉള്ള റോഡാണെങ്കിലും ഗൈസ്, പക്ഷെ പോളി റോഡാണ്. നമ്മൾ സോറി ഗൈസ്, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ചോദിച്ചു. നമ്മുടെ വണ്ടിയുടെ പേര് ഗെറ്റ് ഓൺ റൈഡാണ്. വൈഫൈയുടെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഒരു വണ്ടിയാണ്, നമ്മൾ നേരത്തെ എടുത്ത വണ്ടി തന്നെയാണ്. ഈ ബസ് തിരിക്കാൻ അത്ര വലിയ കഷ്ടപ്പാടൊന്നും ഇതിനകത്ത്, പക്ഷേ ഇതിനകത്ത് തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ റിയൽ ലൈഫിൽ തിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഡ്രൈവിങ്ങിനോട് ഇഷ്ടമുള്ളവരും ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഇങ്ങനത്തെയുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കും കടന്നു പോകുന്നല്ലേ. എന്നാലും നിങ്ങൾ ഇങ്ങനത്തെ ഗെയിമൊക്കെ കളിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ കൂടുതൽ താല്പര്യം വരും കേട്ടോ. വണ്ടി ഓടിക്കണമെന്ന് അത്ര മോശപ്പെട്ട പണിയൊന്നും അല്ല, പക്ഷെ നല്ല പാടും ആംബുലൻസ് തന്നെ ഓടിക്കുന്നവരുടെ കഷ്ടപ്പാട് തന്നെ മനസ്സിലാക്കും നമ്മൾ. അവരെത്ര സ്പീഡിലാണെങ്കിലും വണ്ടി വളച്ചെടുക്കുന്നില്ലേ, അത് തന്നെ ഒരു ഭാഗ്യമാണ്. ബസ്സുകാർക്കും ഉണ്ട് ഗൈസ് പാട്. ബസ്സുകാർക്ക് വലിയ വളമൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി ചെയ്യണമെന്ന് തിരിക്കേണ്ട പാട്. കാറുകാർക്ക് അത്രയില്ല, അവർക്ക് വളച്ചങ്ങ് പോവാം. നമ്മളങ്ങനെയില്ല, നമുക്ക് വളച്ചൊന്നും പോകാൻ പറ്റുന്നില്ല. നമ്മൾ വളച്ചെടുക്കണം, വണ്ടി വളച്ചെടുത്താലേ പോകാൻ പറ്റുള്ളൂ. നല്ലോണം പാട് നിറഞ്ഞൊരു സ്ഥലമാണ് ഇത്. സൈഡിൽ ആരോമാർ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഹോൺ ഇരിക്കേണ്ട കാര്യമില്ല ഗൈസ്. നമ്മളിപ്പോൾ ഒരു വണ്ടിയെ മുട്ടിയെന്നിരിക്കട്ടെ, നമ്മളവിടെ നിൽക്കും, ആ വണ്ടി പോവുകയും ചെയ്യും. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വിഷ്വൽ കാണിച്ചറിയാം. ഏതെങ്കിലും ഒരു വണ്ടി വരട്ടെ. കൊണ്ടുപോകുന്നു ഗൈസ് ഒരു വണ്ടി. വണ്ടി മറിഞ്ഞു വന്നു ഗൈസ്, ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് പെട്ടെന്നില്ലായിരിക്കാം. സിമിക്ക സ്റ്റേഷനിലേക്ക് നമ്മൾ പോയി. അപ്പം ഈ 2x സ്പീഡ് കാണിക്കുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് അവൻ അവിടെ വളഞ്ഞു, നമ്മളങ്ങ് അവനെ ചേസ് ചെയ്യുവാണ്. കാരണം നിങ്ങൾക്ക് ഇടിക്കുന്ന കാണിക്കണ്ടതാണ്, നിൽക്കുമോ അത് കാണിക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ ഗൈസ് പണി കിട്ടി. വണ്ടി ഏറി പറക്കുന്നു. എൻ്റെ ഗൈസ് വണ്ടി ഒന്ന് ഇറങ്ങിയതുകൊണ്ട് ഏറി പറന്നു കഴിഞ്ഞു. അവൻ അവിടുന്ന് വരുന്നുണ്ട്. നമ്മൾ ഏറി പറന്ന കാര്യമൊന്നും അവന് ഇതുവരെയായിട്ട് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മൾ നിങ്ങളുടെ ഉത്തരം ആ കാറുകാരനെ വെറുതെ വിടാനാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്യണേ. താങ്കൾ എന്തിനാണ് ആ കാറുകാരനെ പിടിച്ച് വെച്ച് ഇത് കാണിക്കാനാണോ, പിന്നെ കാണാൻ കാണിച്ചാൽ മതി എന്നുള്ളൊരു കമൻറ്റ് കൂടെ പറഞ്ഞു. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോടൊന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യണേ. എൻ്റെ വീഡിയോസ് ഇഷ്ടംപോലെ എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് എടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. ഞാൻ പണ്ടേ ഒരു വണ്ടികളുടെ ഒരു ഫാനാണ്. ഏത് ടൂറിസ്റ്റ് ബസ് കണ്ടാലും എനിക്കാണെങ്കിലും വണ്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഏത് വണ്ടിയാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് ഡാൻസ് കളിക്കാനൊരു ആഗ്രഹമില്ല, പക്ഷേ എനിക്ക് വണ്ടികളോട് ആരാധന കൂടുതലാണ്. ഡാൻസ് ഒന്നും കളിക്കാൻ എനിക്കൊരു ആഗ്രഹമില്ല, പക്ഷേ എനിക്ക് വണ്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്.